ഭരണത്തിന് കീഴിലായതോടെ അഫ്ഗാനിസ്ഥാനിൽ പുതുതായി കൊണ്ടുവരുന്ന ക്രിമിനൽ നിയമങ്ങൾ എല്ലാം തന്നെ സ്ത്രീകൾക്കടക്കം ഊരാക്കുടുക്കായി മാറുകയാണ്. ഇനി മുതൽ ആരെങ്കിലും എന്തെങ്കിലും കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷയായി ചാട്ടവാറടി അല്ലെങ്കിൽ ശാരീരികമായി ഉപദ്രവിക്കൽ തുടങ്ങി ചെറിയ കുറ്റങ്ങൾക്ക് പോലും അത് ചെയ്യുന്ന സമൂഹത്തെ 4 വിഭാഗങ്ങളായി തിരിച്ച് ചെയ്യുന്ന കുറ്റത്തിന് വിവിധ ശിക്ഷകൾ എന്ന് ഏർപ്പെടുത്തിയ ക്രിമിനൽ നടപടിക്രമങ്ങൾ എന്ന നിയമത്തിൽ താലിബാന്റെ പരമോന്നത നേതാവായ ഹിബ്ദുള്ള അബൂസാദ് ഒപ്പിട്ടതോടെയാണ് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണകൂടം അടിമത്തം നിയമവിധേയമാക്കി കാടൻ നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതോടെ സാധാരണക്കാർ മുതൽ മതപണ്ഡിതന്മാർ അടങ്ങിയ വിഭാഗം പോലും ഈ നിയമത്തിൽ പെട്ടുപോയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അത് മാത്രമല്ല, സ്ത്രീകളെ തല്ലുന്നതിനും പുതിയ നിയമം ഭർത്താക്കന്മാർക്ക് അനുവാദം നൽകുകയാണ്. സ്ത്രീകളെ ഭർത്താക്കന്മാർക്ക് തല്ലാമെന്നും എന്നാൽ പരിക്കേറ്റാൽ 15 ദിവസത്തെ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നും പുതിയ നിയമത്തിലുണ്ട്. അതേസമയം ഭർത്താവിന്റെ അനുവാദമില്ലാതെ സ്ത്രീകൾ ബന്ധുവീട്ടിൽ സന്ദർശനത്തിന് പോയാൽ അവർ 3 മാസം തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നാണ് ജനുവരി ആദ്യമായ പുതിയ ക്രിമിനൽ കോഡ് താലിബാൻ സർക്കാർ പുറത്തിറക്കിയത്. താലിബാന്റെ ഈ നീക്കത്തിനെതിരെ നിരവധി മനുഷ്യാവകാശ സംഘടനകൾ തന്നെ രംഗത്തെത്തിയിരുന്നു. രാജ്യത്തിന്റെ നിയമ രാഷ്ട്രീയ ക്രമത്തിന്റെ ദിശ സംബന്ധിച്ച് അന്താരാഷ്ട്ര തലത്തിൽ പോലും ഇതൊരു ആശങ്കയായി തന്നെ മാറുകയായിരുന്നു. അതായത് പുതിയ നിയമപ്രകാരം പൗരന്മാരെ 4 വ്യത്യസ്ത വിഭാഗങ്ങളായിട്ടാണ് ഇവർ തരം തിരിച്ചിരിക്കുന്നത്. മതപണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഉലമ അല്ലെങ്കിൽ മുല്ല, വരേണ്യവർഗം എന്ന് പറയുന്ന അഷ്റഫ്, മധ്യവർഗം, താഴ്ന്ന വിഭാഗം എന്നിങ്ങനെയാണ് സമൂഹത്തെ ഇവർ തരം തിരിച്ചിരിക്കുന്നത്. ഇത് ഏറ്റവും ആശങ്ക ഉയർത്തുന്ന ഒരു കാര്യം എന്ന് തന്നെയാണ് മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നത്. അതായത് പുതിയ നിയമത്തിന്റെ കേന്ദ്ര ബിന്ദുവായ ആർട്ടിക്കിൾ 9 അഫ്ഗാൻ സമൂഹത്തെ 4 വിഭാഗങ്ങളായി ഇവർ തരം തിരിച്ചിരിക്കുന്നത്. ഇത് പ്രകാരം കുറ്റം ചെയ്ത ആളുടെ സാമൂഹ്യ നില അനുസരിച്ചായിരിക്കും ശിക്ഷകൾ എത്തിച്ചേരുക. ഇസ്ലാമിക പണ്ഡിതനാണ് ഒരു കുറ്റകൃത്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ശിക്ഷയായി ഉപദേശമായിരിക്കും ലഭിക്കുക. കുറ്റം ചെയ്തയാൾ വരേണ്യവർഗത്തിൽപ്പെട്ട ഒരാളാണെങ്കിൽ കോടതിയിലേക്ക് വിളിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യും. മധ്യവർഗത്തിൽപ്പെട്ടവർക്കാണെങ്കിൽ തടവ് ശിക്ഷയായിരിക്കും ലഭിക്കുക. എന്നാൽ സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന വിഭാഗത്തിലുള്ളവർക്ക് ശിക്ഷയായി തടവും ഒപ്പം ചാട്ടവാറടി പോലുള്ള ശാരീരികമായ ശിക്ഷയായിരിക്കും കിട്ടുക. അതായത് ദരിദ്രരും പാർശ്വവൽക്കപ്പെട്ടവരുമായിട്ടുള്ള ആൾക്കാർ കൂടുതൽ കഠിനമായ ശിക്ഷ നൽകുമ്പോൾ പുരോഹിതന്മാർക്കും മത നേതാക്കൾക്കും താലിബാൻ പൂർണ്ണമായ പ്രതിരോധം തീർക്കുകയാണ് എന്ന് തന്നെയാണ് മനുഷ്യാവകാശ സംഘടനകൾ ആരോപിക്കുന്നത്. ഇത്തരം നിയമങ്ങൾ വരുമ്പോൾ ചോദിക്കുന്നത് അടിമത്തം തിരിച്ചു വരുന്നുവോ എന്നതാണ് ആശങ്കപ്പെടുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങളിൽ കർശനമായി നിരോധനം ഏർപ്പെടുത്തിയ അടിമത്തം താലിബാൻ നിയമപരമായി തിരികെ കൊണ്ടുവരികയാണ് എന്ന് തന്നെയാണ് മനുഷ്യാവകാശ സംഘടനകൾ ആരോപിക്കുന്നത്. കോടതികളെ ഒരു കർക്കശമായ സാമൂഹ്യ ക്രമം സംരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള ഉപകരണങ്ങളാക്കി മാറ്റുകയാണ്. മാത്രമല്ല, നിയമത്തിൽ പോലും പല ഭാഗങ്ങളിലും സ്വതന്ത്രർ എന്നും അടിമകളെന്നും ജനങ്ങളെ ഇവിടെ വേർതിരിച്ച് പരാമർശിക്കുന്നുണ്ട്. സമൂഹത്തെ 4ആയി തരംതിരിക്കുന്നു എന്നതിനപ്പുറം പുതിയ ക്രിമിനൽ നടപടിക്രമം നിയമമായ നടപടിക്രമത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായ പല സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാതാക്കുകയാണ്. കുറ്റം ചെയ്തയാൾക്ക് അഭിഭാഷകന്റെ സഹായം തേടാനുള്ള അവകാശം, തെറ്റായ ശിക്ഷ ലഭിച്ചാൽ നഷ്ടപരിഹാരം തേടാനുള്ള അവകാശം എന്നിവ ഇവ നൽകുന്നില്ല. കുറ്റം തെളിയിക്കുന്നതിന് കുറ്റസമ്മത മൊഴിയായിരിക്കും ആശ്രയിക്കുക. ഇത് ബലം പ്രയോഗിച്ച് കുറ്റം സമ്മതിപ്പിക്കാൻ ഇടയായിരിക്കും. അതേസമയം സ്വതന്ത്ര അന്വേഷണം നടത്താനുള്ള ആവശ്യകത ഇല്ലാതാവുകയും കുറ്റകൃത്യങ്ങൾ കുറഞ്ഞതും കൂടിയതുമായ ശിക്ഷകൾ നിശ്ചയിക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്യുന്നു. ജഡ്ജിമാരുടെയോ നിയമപാലകരുടെയോ മേൽനോട്ടമോ ഉത്തരവാദിത്തമോ ഇല്ലാതെയാണ് ഇത്തരം സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്. ചാട്ടവാറടി പോലുള്ള ശാരീരികമായ ശിക്ഷാരീതികളുടെ ഉപയോഗവും നിയമത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായത് നൃത്തം ചെയ്യുക അല്ലെങ്കിൽ ഒത്തുകൂടൽ പോലുള്ള കാര്യങ്ങൾ കുറ്റകൃത്യമായി ചേർത്തിട്ടുണ്ട്. ഇത് സാംസ്കാരികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിൽ നിന്ന് ആളുകളെ തടയുകയും ശിക്ഷിക്കാൻ ജഡ്ജിമാർക്ക് വിവേചനാധികാരം നൽകുകയും ചെയ്യുന്നു. അതായത് പുരോഹിതന്മാരെയും മതപരമായ ഉന്നതരെയും നിയമത്തിന് മുകളിൽ പ്രതിഷ്ഠിച്ച് സമൂഹത്തിലെ പാവപ്പെട്ടവരെ തൊട്ടുകൂടാത്തവരെന്നും എന്നേക്കുമായി ഉപയോഗശൂന്യരാണെന്നും താലിബാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്ന് തന്നെയാണ് മനുഷ്യാവകാശ സംഘടനകളടക്കം പറയുന്നത്. അതായത് ഇത്തരമൊരു നിയമം നടപ്പിലാക്കുന്നത് നിർത്തിവെക്കണം എന്നും അതിന് ലഭ്യമായ എല്ലാ നിയമ നയതന്ത്ര സംവിധാനങ്ങളും പ്രയോജനപ്പെടുത്തണം എന്ന് തന്നെയാണ് മനുഷ്യാവകാശ സംഘടനകളും ഇപ്പോൾ ആവശ്യപ്പെടുന്നത്.